എന്താ പറയുക, നമ്മൾ ലുലുവിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. യൂസഫ് അലി കൊടുക്കുന്നതിനേക്കാൾ ശമ്പളം നമ്മൾ അങ്ങോട്ട് കൊടുക്കും. നല്ല കാര്യം. അങ്ങനെ ഒരു അവസരമാണ്, നല്ലൊരു അവസരമാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പഴയ ഒരു വർക്ക് ഒരു വീട്ടിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 14-15 വർഷം മുമ്പ് ചെയ്തൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ആ വർക്ക് എനിക്ക് ഈ വീടിൻ്റെ അടുത്തൊരു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം വിനോദേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. ചൂളത്തെരുവാണ് സ്ഥലം. അപ്പോൾ ഒരു 10-15 വർഷം മുമ്പ് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ആ വർക്ക് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം, വീട്ടിൽ ആളിനെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് കേട്ടോ. വിനോദേട്ടാ നമസ്കാരം. ഹലോ, നമസ്കാരം. നമുക്കേ വീട്ടിലെ നമ്മുടെ പഴയ വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ? കാണാമല്ലോ. കാണാം അല്ലേ? കാണാം. ഇതൊരു അതിൻ്റെ കൂടെ ചെയ്തൊരു വർക്കായത്. അന്ന് ചെയ്തൊരു വർക്കാണ്. ഇതാണ് ഇന്നത്തെ വേറൊരു കിച്ചൺ. അന്നത്തെ ഒരു മോഡലല്ലേ? മോഡലാ. വിനോദ, നമ്മൾ ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം 15 കൊല്ലം. അതായത് 2004 അല്ല 2011 ഏപ്രിൽ 24-ാം തീയതി ഇതിൻ്റെ പാല് കാച്ചി. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു പണി ചെയ്തത്. അപ്പോൾ അത് ചെയ്തത് ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. അതെ, എനിക്ക് ഈ കിച്ചൺ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിശയമായി. കാരണം ഈ ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും വർഷമായിട്ടിരിക്കുന്ന ഒരു കിച്ചൺ ഞാൻ ഒരുപാട് വീടുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കിച്ചൺ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും വൃത്തിയുള്ള ഒരു കിച്ചൺ കാണുന്നത്. അന്നത്തെ ഒരു മോഡലിലുള്ള ഒരു വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. 15 കൊല്ലം മുമ്പ് ചെയ്തിട്ട് എൻ്റെ വൈഫിനും കൂടാണ് മൊത്തം. കാരണം പുള്ളിക്കാരിയാണ് ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നത്. അതെ, ചേച്ചിയെ നമ്മൾ സമ്മതിച്ചു കൊടുത്തത്. കാരണം ചേച്ചിയാണ് ഇത് മെയിനായിട്ട് ഈ കിച്ചൺ ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ വീട്ടിലെ സ്ത്രീകൾ ആരാണോ അവരാണ് കിച്ചൺ അവരുടെ മേഖലയല്ലേ അടുക്കള എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഇത്രയും, എനിക്ക് തന്നെ ഒരു അതിശയമാണ് ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കിച്ചണൊക്കെയാണ് കണ്ടോ. അപ്പോൾ അടിപൊളി കിച്ചണാണ്. ബൈനോട്ടാ എന്തോ. അപ്പോൾ ഇതിന്റെ ഈ കിച്ചൺ ഞങ്ങളെ ഇവിടെ ചെയ്തെങ്കിലും ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഈ ബിനുവിന് തന്നെയാണ്. ബിനുവാണ് ഇതിന്റെ മേക്കർ. അപ്പോൾ അല്ല, ഇത് അന്നത്തെ സ്റ്റൈലിലെ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തൊരു വർക്കാണത്. അല്ല, ഇത് എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ 36 വയസ്സാണ്. 36 വയസ്സുണ്ടെങ്കിലും എൻ്റെ വയസ്സിന്റെ നേരെ പകുതി എൻ്റെ എക്സ്പീരിയൻസാണ്. 18 വർഷം. അപ്പൊ അതിന്റെ ഒരു പിന്നെ അന്ന് ഞാൻ ഈ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് 21 വയസ്സ് 22 വയസ്സ് ഞാൻ ഈ വർക്ക് ചെയ്ത സമയത്ത്. അപ്പൊ അന്ന് എന്നെ ഇങ്ങനെ വർക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരാളാണ് അല്ലേ? അന്ന് എനിക്കൊന്നും ഇവിടെ നമ്മുടെ മുരിങ്ങച്ചിറയിലെ വർഷോപ്പുണ്ട് അങ്ങനെ നമ്മൾ യാദൃശ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ടു. അതെ, നമ്മള് മുതുകുളത്ത് ഉമ്മറുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പ് നമ്മൾ ഏകദേശം ഒരു 13 വർഷത്തോളം ഞാൻ വർക്ക്ഷോപ്പ് നടത്തിയ വ്യക്തിയാണ്. അപ്പോൾ ആ വർക്ക്ഷോപ്പ് തുടങ്ങി ഒരു 1-2 വർഷമായ സമയത്താണ് വിനോദൻ്റെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിനോദൻ ഒരു വലിയൊരു കലാകാരനാണ് കേട്ടോ. അപ്പോൾ വിനോദന് കലാകാരനാണ്, അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരൻ അല്ലേ? എക്സ് ആർമിക്കാരനാണ്. അപ്പോൾ ഈ ആർമിക്കാരനുള്ളൊരു വലിയൊരു കലാകാരനുണ്ട്. അപ്പോൾ വിനോദൻ്റെ ട്രൂപ്പിൻ്റെ പേരെന്നായിരുന്നു? എൻ്റെ ട്രൂപ്പിൻ്റെ പേര് മുതുകുളം സുരളയ മ്യൂസിക്. ട്രാക്ക് ഗാനമേളയാണ് അല്ലേ? ട്രാക്ക് ഗാനമേള ലൈവ് ഉണ്ട്. അപ്പം കൂടുതലും നമ്മൾ ചെയ്യുന്നത് ഇപ്പം ട്രാക്കാണ്. കാരണം എല്ലാം കല്യാണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ട്രാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അത് ട്രാക്കിനോടാണ് താല്പര്യം. കാരണം സാമ്പത്തികം അതൊരു വിഷയമല്ല. ട്രാക്ക് ആകുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് നമുക്ക് ഒരു ഗാനമേള ഫീലിംഗിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. വിനോദന്റെ ഫേസ്ബുക്ക് ഐഡിക്കകത്ത് അത്യാവശ്യം കുറച്ച് വീഡിയോസുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിനോദന്റെ ഫേസ്ബുക്ക് ഐഡി ഞാൻ കൊടുക്കാം. ഉണ്ടെങ്കിലും ഈ കോപ്പിറൈറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം വരും. അതുകൊണ്ട് അധികം ഇടാൻ പറ്റില്ല. ഞാൻ ഇടാറില്ല. ഇപ്പം അതിന്റെ ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇടുന്നത് സ്റ്റാറ്റസ് ആണ്. ഫേസ്ബുക്ക് സ്റ്റാറ്റസ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. കാരണം ഈ ട്രാക്ക് ഗാനങ്ങൾ ഇടുന്ന സമയത്ത് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരുന്നത് കാരണം നമുക്ക് ഒരുപാട് ഇടാൻ പറ്റത്തില്ല. എങ്കിലും കുറച്ചൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് പോകും. പിന്നെ അതിന്റെ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വിനോദന്റെ ഫേസ്ബുക്ക് ഐഡിയുടെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് കയറി നോക്കുക. നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓൾ കേരളയാണ്. കേരളയ്ക്കും പുറത്തും ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിലെ ഇപ്പം 28-ാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്യാൻ പോവാണ്. 27-ാം തീയതി പോകും. നിങ്ങൾ വൈകുന്നേരം ഇവിടുന്ന് 28-ാം തീയതി പ്രോഗ്രാമാണ്. അതിനുശേഷം ഞങ്ങളിവിടെ തിരിച്ച് വരുന്നതായിരിക്കും. അത് ഞങ്ങളുടെ ഒരു പുതിയൊരു
എക്സ്പീരിയൻസ് ആയിരിക്കും തമിഴ്നാട്ടിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളം വിട്ട് പുറത്തുള്ള മലയാളികൾക്കും അല്ലേ ബന്ധപ്പെടാം, തീർച്ചയായിട്ടും ബന്ധപ്പെടാം. കേരളത്തിന് വെളിയിൽ വന്നും പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം കേരളത്തിനകത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റേറ്റ് കുറച്ചില്ലേ, റേറ്റ് കുറച്ച് നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അഭിപ്രായങ്ങൾ വരുന്ന ഞാൻ പൊതുജനങ്ങളുടെ ശ്രോതാക്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗാനമേള ഫീലിംഗിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്, കാണുന്നതെന്നാ കേൾക്കുന്നതെന്നാ അവര്. നമ്മൾ അല്ല ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഈ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പഴയകാല സോങ്ങുകളും ഉണ്ട്, പുതിയ കാല സോങ്ങുകളും ഉണ്ട് അല്ലേ, എല്ലാം ഏതാണോ നിങ്ങളുടെ ആവശ്യം അത് അതേപോലെ നമ്മൾ നിറവേറ്റി തരാം. നിങ്ങളുടെ ആവശ്യം ഏതാണ്, നിങ്ങൾക്ക് പഴയ സോങ് വേണോ പുതിയ സോങ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചേരുന്ന ഒരു ട്രൂപ്പാണ്. അതിനുള്ള ഞങ്ങളുടെ ഗായകന്മാരും ഗായികമാരും നമുക്ക് റെഡിയാണ്. അപ്പോൾ ഈ വീട് കാണാൻ വന്ന അവസരത്തിൽ തന്നെ ഇങ്ങനൊരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ വിനോദൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടിപൊളി നല്ല ട്രാക്ക് ഗാനമേളയും ലൈവ് ഗാനമേളയും ബുക്ക് ചെയ്യാവുന്നതാണ്. അത് കുറഞ്ഞ ബഡ്ജറ്റിൽ, തീർച്ചയായിട്ടും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം വീഡിയോക്കകത്ത് പറയുകയാണ്, നമ്മൾ ഈ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഒരുപാട് പിള്ളേർ വർക്ക് പഠിച്ച് പല സ്ഥലത്ത് പോയിട്ടുണ്ട്, പുറത്ത് പോയിട്ടുണ്ട്, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 പിള്ളേരുടെ വേക്കൻസി വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ കൂടെ പണി പഠിക്കാൻ താല്പര്യമുള്ള 2 പിള്ളേർക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ പണി പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് പണി പഠിച്ച ആളാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കുള്ളൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ലുലുവിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം പണി പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. യൂസഫലി കൊടുക്കുന്നതിനേക്കാൾ ശമ്പളം നമ്മൾ അങ്ങോട്ട് കൊടുക്കും. നല്ലൊരു കാര്യം. അങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ പിള്ളേരെ പണി പഠിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം, നല്ലൊരു മനസ്സുമാണ്. അതെ, നമ്മൾ വരുന്ന പിള്ളേർക്ക് ലുലുവിൽ കയറി ഫസ്റ്റിലേക്ക് കയറുന്ന പിള്ളേർക്ക് എത്ര രൂപ സാലറി കിട്ടും, അതിനേക്കാൾ കൂടുതൽ ശമ്പളം നമ്മൾ പണി പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് കൊടുക്കും. അതുപോലെ തന്നെ നല്ല പണി പഠിക്കാനും പറ്റും. അപ്പോൾ കായംകുളം ഏരിയയിലുള്ള പിള്ളേർക്ക് ഭയങ്കര മുൻഗണനയായിരിക്കും. കാരണം പെട്ടെന്ന് വരാനും പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. കായംകുളം ഹരിപ്പാടിന് ഉള്ളിൽ ഓച്ചറയ്ക്കുള്ളിലേക്ക് നിൽക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ അറിയോ, ഏതെങ്കിലും 2 പിള്ളേർക്ക് പണി പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഏതെങ്കിലും സാധാരണ വീടുകളിൽ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരുണ്ടെങ്കിലും അവർക്ക് പണി പഠിക്കാൻ അവസരമാണ്. പണി പഠിച്ചിട്ട് അവർക്ക് പുറത്തോട്ട് പോയി ജോലി ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ അവർക്ക് പണി പഠിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. അങ്ങനെ ഒരു അവസരമാണ്, നല്ലൊരു അവസരമാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ, താങ്ക് യു.